സോഹോ ബുക്സിന് സർട്ടിഫിക്കേഷൻ നമുക്ക് എങ്ങനെ കിട്ടുമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഏതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്, ഏതൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസ്, അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വന്നിട്ട് സോഹോ ബുക്സ് തന്നെ ഇങ്ങനെയൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് മെയിനായിട്ടും സോഹോ ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിംഗ് നോളജുള്ള ഇൻഡിവിജ്വൽസിനെയും അതേപോലെ തന്നെ സ്റ്റുഡൻസിനെ, വർക്കിംഗ് പ്രൊഫഷണൽസിനെ, ബിസിനസ് ഓണേഴ്സിനെ, അതേപോലെ ഓഡിറ്റേഴ്സിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മെയിനായിട്ടും ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ആയിരിക്കും പോകുന്നത്. നമ്മൾ ഫസ്റ്റ് കോഴ്സിൽ എൻറോൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ലെക്ചേഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നു. ദെൻ അസസ്മെന്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ടെക് റീസെന്റ് ആയിട്ട് ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 മന്ത് അല്ലെങ്കിൽ 36 അവേഴ്സ് ആയിരിക്കും. ഇതിന്റെ ഒബ്ജക്റ്റീവ് അവരിവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സോഹോ ബുക്സിന്റെ ഓൾമോസ്റ്റ് ഓൾ മോഡ്യൂൾസ് ഇവർ കവർ ചെയ്യുന്നുണ്ട്. അതും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതിൽ എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോം നമ്മൾ ഫിൽ ചെയ്താൽ മതിയാവും. 36 അവേഴ്സ് തന്നെയാണ് നമ്മുടെ സോഹോയിന്റെ ആണെങ്കിലും ജി ടെക്കിന്റെ ആണെങ്കിലും കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എല്ലാ മോഡ്യൂൾസും കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് മലയാളത്തിലൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ജി ടെക് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ സോഹോയും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ സോഹോയുടെ കോസ്റ്റ് കുറച്ച് ഹയർ സൈഡിലാണ് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യുഡെമി പോലുള്ള വെബ്സൈറ്റും റിലയബിൾ ആണ്.